ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പം നമ്മൾ റിസ്ക് എന്താണ്, പല രീതിയിലുള്ള റിസ്കുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതെങ്ങനെ മാനേജ് ചെയ്യണമെന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുവിധമുള്ള എല്ലാ ബിഗ് കമ്പനീസും ഈ റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം ഡീൽ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ടീം തന്നെ ഓരോ കമ്പനിയും അപ്പോയിൻറ്റ് ചെയ്യുന്നിട്ടുണ്ട്. ഇപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ടീമിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് ഫങ്ഷൻസായ പ്ലാനിങ്ങിലായാലും ഓർഗനൈസിങ്ങിലായാലും കൺട്രോളിങ്ങിലായാലും ഒക്കെ ഈ ഒരു പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് എലമെൻറ്റ് കടന്നുകൂടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ വരുന്നത് എന്നാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നു അറ്റൈൻമെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നമുക്കറിയാം റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു സ്ഥാപനത്തിൻ്റെയും പ്രോഫിറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓരോ ഫേമിൻ്റെയും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇത് നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ വാല്യൂ നിങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അതൊരു ഫേമിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ നെറ്റ് ക്യാഷ് ഫ്ലോ വെച്ചിട്ടാണല്ലേ കൂടുതലും. എത്രത്തോളം നമുക്ക് ക്യാഷ് ഔട്ട് ഫ്ലോ ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ഫേമിൻ്റെ വാല്യൂ എന്ന് നമ്മൾ പറയുന്നത്. ഇത് റിലേറ്റഡ് ആയിട്ടാണ് കൂടുതലും റിസ്ക് വരുന്നത്. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മിനിമൈസ് ചെയ്യുക the impact of risk events and to ensure steady net cash flow. ആ റിസ്ക് മിനിമൈസ് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റഡി ആയിട്ടുള്ള ഒരു നെറ്റ് ക്യാഷ് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുക. അതാണ് അറ്റൈൻമെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഈ റിസ്ക് മാനേജ്മെൻറ്റ് ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതികൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ രണ്ട് രീതികളാണ്, ഒന്ന് ബാങ്ക് കറൻസി കോസ്റ്റും ഒന്ന് ടാക്സും. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് കൂടുതൽ വരാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ ഉണ്ടാകാനുള്ള രണ്ട് കാരണങ്ങൾ ബാങ്ക് കറൻസി കോസ്റ്റും ടാക്സുമാണ്. എന്താണ് ഈ ബാങ്ക് കറൻസി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഫേമും ഒരുപാട് റിസ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. അത് വളരെയധികം എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതൊരു ഹ്യൂജ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ലോസിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത്തരത്തിൽ വരുന്ന ഫിനാൻഷ്യൽ ലോസസിനെയാണ് നമ്മൾ പറയുന്നത് ഡെഡ് വെയ്റ്റ് കോസ്റ്റ്. അത്തരത്തിൽ വരുന്ന ലോസുകൾ നമ്മൾ പറയും ഡെഡ് വെയ്റ്റ് കോസ്റ്റ്. ഇനിയും എന്താണ് ബാങ്ക് കറൻസി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ബാങ്ക് കറൻസി കോസ്റ്റ് എന്ന് പറയുന്നത് ആർ എ മേജർ സോഴ്സ് ഓഫ് ഡെഡ് വേസ്റ്റ് കോസ്റ്റ്. ഇത്തരത്തിൽ വരുന്ന ഡെഡ് വേസ്റ്റ് കോസ്റ്റുകൾക്കുള്ള ഒരു മെയിൻ സോഴ്സാണ് ബാങ്ക് കറൻസി കോസ്റ്റ് എന്ന് പറയുന്നത്. ആ കോസ്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഡിസ്ട്രസ്സുകൾ, അതായത് റെക്കഗ്നീഷൻസ് വിത്ത് ലെൻഡേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ലോയേഴ്സിന് കൊടുക്കും, ഹയറിംഗ് ലോയേഴ്സ്, കോർട്ട് കോസ്റ്റ് ആൻഡ് അതർ കോസ്റ്റ്, ഫിനാൻഷ്യൽ അഡ്വൈസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റുകൾ, അതാണ് ബാങ്ക് കറൻസി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുന്ന ബാങ്ക് കറൻസി കോസ്റ്റുകൾ ഒരു ഫേമിന് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ എഫിഷ്യൻ്റ് റിസ്ക് മാനേജ്മെൻറ്റ് ക്യാൻ എലിമിനേറ്റ് ദ റിസ്ക്. അപ്പോൾ നല്ല രീതിയിലുള്ള റിസ്ക് മാനേജ്മെൻ്റ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള റിസ്കുകളെ ഒഴിവാക്കുന്നുണ്ട്. ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ഫേം വിത്ത് എഫിഷ്യൻ്റ് റിസ്ക് മാനേജ്മെൻറ്റ് ഷാൾ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എ ഫേം വിത്ത് ഇൻഎഫിഷ്യൻ്റ് റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഒരു ഫേമിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് നല്ല രീതിയിൽ റിസ്ക് മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു സ്ഥാപനത്തിലാണെങ്കിൽ അത് ഹൈ ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത് അതിൻ്റെ ഒരു കാരണം പറയുന്നതാണ് ടാക്സസ് എന്ന് പറഞ്ഞാൽ ടാക്സ് എപ്പോഴും ഒരു കമ്പനിയുടെ പ്രസൻറ്റ് വാല്യൂവിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ഫേം ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ റെഡ്യൂസിങ് ടാക്സ് കുറയ്ക്കുമ്പോഴാണ് ഒരു കമ്പനിയുടെ പ്രസൻറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ടാക്സിൻ്റെ ഡിഫറെൻറ്റ് വേസ് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഒന്ന് ടാക്സ് ഷീൽഡ് ഓൺ ഇൻട്രസ്റ്റ്, പിന്നെ ടാക്സ് ഷീൽഡ് ഓൺ ഡിപ്രീസിയേഷൻ, ക്യാരി ബാക്ക് ആൻഡ് ക്യാരി ഫോർവേഡ് ലോസസ്, ടാക്സ് ഇൻസെൻറ്റീവ് ഫോർ എക്സ്പോർട്ട്സ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സെട്ര. ഈ ടാക്സ് പ്രൊവിഷൻസൊക്കെ ഓരോ ഫേമിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. എന്നാലും ഇത് മാക്സിമം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒപ്റ്റിമം ഒരു കമ്പനിയുടെ പ്രസൻറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യാനുള്ള എളുപ്പവഴി. നെക്സ്റ്റ് വരുന്നതാണ് ഇൻക്രീസ് ഡെപ്റ്റ് കപ്പാസിറ്റി.
എന്താണ് ഇൻക്രീസ്ഡ് ഡെപ്റ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു ബെറ്റർ റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം ക്യാൻ ബി ബെനിഫിറ്റഡ് ബൈ ഇറ്റ്സ് ഡെപ്റ്റ് കപ്പാസിറ്റി. അതിന് ഡെപ്റ്റ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിബഞ്ചർ, അത് അതർ ദാൻ ഷെയർ ക്യാപിറ്റൽ അല്ലാത്ത ക്യാപിറ്റലാണ് ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മൾ അതിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുക, അതല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത്. ഇത് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പേയ്മെൻറ്റ്സ് ആർ ഡിഡക്റ്റബിൾ വൈൽ കാൽക്കുലേറ്റ് ടാക്സബിൾ ഇൻകം. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഡെപ്റ്റ് ക്യാപിറ്റലിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ പറയുന്നതാണ് മോർ ഇൻറ്റേർണലി ജനറേറ്റഡ് ഫണ്ട്സ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിൽ നോട്ട് ബി മിസ്ഡ് അവേ ഫോർ want of capital. അതായത് ദിസ് ഈസ് ബിക്കോസ് ദർ വിൽ ബി സ്റ്റഡി ക്യാഷ് ഫ്ലോ ഇൻ ഫ്യൂച്ചർ. അതായത് ഇൻറ്റേർണലി ജനറേറ്റഡ് ആയിട്ടുള്ള ഫണ്ടുകൾ കൂടുതലായിരിക്കും. അതായത് ഫ്യൂച്ചറിലൊരു സ്റ്റഡി ക്യാഷ് ഇൻഫ്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമുക്ക് റിസ്ക് മാനേജ്മെൻറ്റ് പല രീതിയിൽ നടത്തേണ്ടി വരും. അപ്പോൾ ഒരു ഫേമിൻ്റെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ പുതിയ പുതിയ പ്രൊജക്റ്റുകൾക്ക് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഈസി ആക്സസ് ടു ക്യാപിറ്റൽ മാർക്കറ്റ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ വരുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് റിലീഫ് ടു മാനേജ്മെൻറ്റ്. നമുക്കറിയാം റിസ്ക് എന്ന് പറയുന്നത് ഓൾവേസ് ഒരു ഹെഡേക്കാണ് മാനേജ്മെൻറ്റിന്. ഒരു എഫിഷ്യൻ്റ് റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക, ഫയർ ഫൈറ്റിംഗ് എവറി ടൈം ആൻ അഡ്വേഴ്സ് എഫക്ട് ടേക്ക് പ്ലേസ്. നമുക്കൊരു ഫ്രീ അല്ലെങ്കിൽ ഒരു മെൻ്റൽ റിലീഫ്നെസ് കിട്ടില്ല നമുക്ക് നല്ല മാനേജ്മെൻറ്റിന്. അപ്പോൾ അതിനും റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പറാണ്. പിന്നെ പറയുന്നത് മിനിമൈസേഷൻ ഓഫ് ഇമ്പാക്റ്റ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഇൻഫ്ലേഷൻ, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഫോഴ്സസ് സച്ച് ക്രൈം റേറ്റ്സ്, ക്ലെയിം കോൺഷ്യസ്നെസ്, മെർജർ അക്വിസിഷൻ, അതുപോലെ തന്നെ ലെജിസ്ലേഷൻ സച്ച് ഓരോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്സ് എക്സെട്ര, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ആക്ടിവിറ്റീസുകളും ഒരു സ്ഥാപനത്തിന് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കടന്നു വരാനുള്ള ചാൻസുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. പിന്നെ വരുന്ന സ്ട്രാറ്റജി ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഇപ്പോൾ പല കമ്പനികളും പല രീതിയിൽ റിസ്കുകൾ എടുക്കുന്നതാണ്. ദ റോൾ ഓഫ് ദിസ് ടീം നമ്മൾ പറഞ്ഞു, റിസ്ക് മാനേജ്മെൻറ്റ് ടീമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് പല രീതിയിലുള്ള ഫോർമുലേഷൻ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതുവഴി നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നു ബെറ്റർ ഡിസിഷൻസ്. അതായത് ഒരു മാനേജ്മെൻറ്റിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് റിസ്ക് കുറച്ചിട്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ ഇതുപോലൊരു റിസ്ക് മാനേജ്മെൻറ്റ് ടീം ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കോർപ്പറേറ്റ് പ്ലാനിങ്ങിനായാലും അതുപോലെ തന്നെ ഓർഗനൈസേഷനിലായാലും അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ ഫ്യൂച്ചർ ആക്ടിവിറ്റീസിലായാലും നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് റിസ്ക് മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഇൻ ബിസിനസ്. ബിസിനസ്സിൽ എന്തൊക്കെ രീതിയിലുള്ള റിസ്ക് മാനേജ്മെൻറ്റ് ഇഷ്യൂസാണ് വരുന്നത്? അതായത് നമ്പർ ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ് ഇഷ്യൂസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ടെക്നോളജി റിസ്ക് മാനേജ്മെൻറ്റ്. അതായത് മിനി IT ഓർഗനൈസേഷൻ ഒരുപാട് ഇൻഫർമേഷൻ ടെക്നോളജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് റിസ്ക് മാനേജ്മെൻറ്റ് ഫങ്ഷൻസിന് വേണ്ടിയിട്ട്. അതാണ് ITRM. ഈ ITRM ഫങ്ഷൻസ് മാനേജ് ആൻഡ് മോണിറ്റർ ടെക്നോളജി റിസ്ക് സോ ദാറ്റ് കമ്പനീസ് ക്യാൻ ആൻറ്റിസിപ്പേറ്റ് ആൻഡ് അവോയ്ഡ് പ്രോബ്ലംസ് റാദർ ദാൻ റിയാക്ട് ടു ദം. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് റിയാക്ഷനൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പ്രോബ്ലംസിനെ ഒരു കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് സ്ഥാപനത്തിൽ മാനേജ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത് വരുന്നതാണ് തേർഡ് പാർട്ടി റിസ്ക് മാനേജ്മെൻറ്റ്. അതിൽ വരുന്നത് the role of third parties in companies' interaction with governments has grown up and the supply chain become more stretched. Companies' monitoring of their third parties has become critically important. അപ്പോൾ നമുക്കൊരു കമ്പനിയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റുമായിട്ടുള്ള ഡീലിങ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു തേർഡ് പാർട്ടീനെയാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇൻട്രാക്ഷൻ വിത്ത് ഗവൺമെൻറ്റ്സ്, അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ സപ്ലൈ ചെയിനൊക്കെ നമ്മളൊന്നൊരു സ്ട്രെച്ച് ചെയ്യുക, അതുപോലെ തന്നെ അത് നമ്മൾ മോണിറ്റർ ചെയ്യുക അല്ലെ തേർഡ് പാർട്ടീനെ. അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബിസിനസ് സ്ഥാപനത്തിൽ. അപ്പോൾ ഇതുപോലുള്ള തേർഡ് പാർട്ടി റിസ്ക് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നതാണ് ഫ്രോഡ് ആൻഡ് മിസ്കണ്ടക്ട്.
അപ്പോൾ കമ്പനീസ് എല്ലാ ആക്ടിവിറ്റീസും, എംപ്ലോയീസിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും, അതുപോലെ വെൻഡേഴ്സിൻ്റെ ആയാലും തേർഡ് പാർട്ടിയുടെ ആയാലും എല്ലാം ഡിറ്റക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്രോഡുകളും മിസ്കണ്ടക്റ്റും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഫിനാൻഷ്യൽ ലോസുകൾ, അതുപോലെ റെപ്യൂട്ടേഷൻ ഡാമേജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നതാണ് ക്രൈസിസ് മാനേജ്മെൻറ്റ്. ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കമ്പനീസ് പ്ലേസ് എ സ്ട്രോങ് എംഫസിസ് ഓൺ സിനാറിയോ പ്ലാനിംഗ്, holding workshop and developing documented plans to prepare for and respond to potential crises such as cyber interactions, regulatory scrutiny or investigations, compliance challenges, litigation or workplace violence. അതായത് നമുക്ക് ഓരോ സ്ഥാപനത്തിലുണ്ടാകുന്ന പല രീതിയിലുള്ള പ്രോബ്ലംസ്, എവിടേക്കാണ് ക്രൈസിസ് വരുന്നത്, ഇപ്പോൾ പല വർക്ക്ഷോപ്പ്, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ, അതുപോലെ പല രീതിയിലുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ റെഗുലേഷൻസ് നടത്തുമ്പോൾ, കംപ്ലയിൻറ്റ് ചാലഞ്ചസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, വർക്ക് പ്ലേസിൽ വയലൻസ് ഉണ്ടാകുമ്പോൾ അപ്പോഴൊക്കെ നമുക്ക് ക്രൈസിസ് വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ക്രൈസിസ് നമ്മൾ എന്ത് ചെയ്യും? മാനേജ് ചെയ്യും. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ഡാറ്റ സെക്യൂരിറ്റി. ഡാറ്റ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഡാറ്റ ആൻഡ് critical process cross many organizational boundaries including customer self-service, strategic sourcing, supply chain integration, business partnerships and technology enhancement. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഡാറ്റകൾ ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുന്ന ഡാറ്റകൾക്ക് നമ്മളൊരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക, അതിൻ്റെ ക്രിട്ടിക്കൽ പ്രോസസ്സുകൾ, അതിനൊരു ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ സെൽഫ് സർവീസുകൾ, അത്തരത്തിൽ വരുന്നതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് അച്ചീവിങ് കംപ്ലയൻസ് പ്രോഗ്രാം എഫക്റ്റീവ്നെസ്. ഇപ്പോൾ നമ്മളൊരു കമ്പനി ഗ്രോ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് രീതിയിലുള്ള ഓപ്പറേഷൻസും ഒരുപാട് ഇംപ്ലിമെൻറ്റേഷനൊക്കെ ആവശ്യം വരും. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു കമ്പനി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന അതിൻ്റെ റെഗുലേഷൻസ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ റെഗുലേഷൻസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അത് ഇവാലുവേറ്റ് ചെയ്യാനും ആ പ്രോഗ്രാം എഫക്റ്റീവായിട്ട് മോണിറ്റർ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം ഹെൽപ്ഫുള്ളാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇംപ്രൂവിങ് റിസ്ക് ഡാറ്റ അഗ്രിഗേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. As regulatory requirements because more stringent and the demand for risk data aggregation and improved data quality increase, it is essential that CROs concentrate on improving risk reporting, particularly within the financial service sector. അപ്പോൾ നമുക്കറിയാം റിസ്ക് ഡാറ്റ അഗ്രിഗേഷനും റിപ്പോർട്ടിങ്ങും. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ നമുക്ക് വളരെയധികം, അല്ലെങ്കിൽ എന്താ പറയുക, മോർ സ്ട്രിഞ്ചൻറ്റ്, വളരെ പ്രോബ്ലമായിട്ടുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ വളരെ മാരകമായ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാനേജ്മെൻറ്റിലൂടെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ലാക്ക് ഓഫ് മീനിങ് ഫുൾ റിസ്ക് അസസ്മെൻറ്റ് പ്രോസസ്സ്. ദർ ആർ ഓർഗനൈസേഷൻ ദാറ്റ് കൺസിഡർ റിസ്ക് മാനേജ്മെൻറ്റ് സംതിങ് ദ ഹാവ് ടു ഡു ഫ്രം എ കംപ്ലൈൻറ്റ് സ്റ്റാൻഡ് പോയിൻറ്റ് ഹു കണ്ടക്ട് സൂപ്പർഫിഷ്യൽ റിസ്ക് അസസ്മെൻറ്റ്സ്. അപ്പോൾ ലാക്ക് ഓഫ് മീനിങ് ഫുൾ റിസ്ക് അസസ്മെൻറ്റ് പ്രോസസ്സ്, അതായത് നമുക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള അപര്യാപ്തത ഉണ്ട്. അപ്പോൾ അത് നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ നമ്മൾ അത് ഒഴിവാക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് എ ലാക്ക് ഓഫ് ആൻ ഓപ്പൺ റിസ്ക് വെയർ കൾച്ചർ. In order to build a culture where business managers are willing to be transparent to their executives, the executives have to be careful to craft the kind of culture that fosters this ട്രാൻസ്പെറൻസി. അപ്പോൾ എപ്പോഴും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിസ്ക് മാനേജ്മെൻറ്റ് ഇഷ്യൂസ്, ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന റിസ്ക് മാനേജ്മെൻറ്റ് ഇഷ്യൂസ്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.